ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫോണിന് ഒരു പൗച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങാം. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇടേണ്ടതും ബേസിക് സ്റ്റെപ്സും എല്ലാം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാക്കിയിട്ട് തുന്നാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഫോണിന് കറക്റ്റായിട്ട്, ഫോണിൻ്റെ വിട്ടിന് കറക്റ്റായിട്ട് കുറച്ച് ഫൗണ്ടേഷൻ ചെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിരിക്കണം. നിങ്ങളുടെ ഫോണിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഫൗണ്ടേഷൻ ചെയിൻ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ നൂല് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫോണ് പോകുന്ന ഒരു കവർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ചൊരു 3 എണ്ണം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ കൊടുക്കാം. ഈ ഫുൾ ചെയിനിലും സിംഗിൾ ക്രോഷേ കൊടുക്കാം. ഞാൻ ഈ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സിംഗിൾ ക്രോഷേ ആണ് ഓരോ ചെയിനിലും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോണിന് കറക്റ്റായിട്ട് 16 ബേസിക് ചെയിൻ ഞാൻ എടുത്തു. കറക്റ്റായിട്ടല്ല, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഇത് തുന്നി കഴിയുമ്പോൾ ഇത് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോണിന് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അനുസരിച്ച് തുന്നാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് വിട്ടിട്ട്, ഒരു ചെയിൻ വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാത്തിലും കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഫുള്ളായി ചെയ്തു. ഇനി റൗണ്ടിലാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം, അതായത് ഈ ഭാഗത്തു കൂടി നമ്മൾ സിംഗിൾ ക്രോഷേ കൊടുക്കണം. ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷേ കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ റോ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗത്ത് തുന്നിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഓരോ റൗണ്ടും നമ്മുടെ ഫോണിനനുസരിച്ച്, ഫോണിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഓരോ റൗണ്ടും ഓരോ റോയും സിംഗിൾ ക്രോഷേ കൊടുത്തിട്ട് തുന്നിയെടുത്താൽ മതിയാവും. ഇതേ മെത്തേഡ് എക്സ്ട്രാ ഒരു സ്റ്റെപ്പും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതായത് എല്ലാം സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓരോ ചെയിനിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ട് കൊളുത്തി വലിച്ചെടുത്താൽ മതി. ഞാൻ ഈ ഡാർക്ക് പിങ്ക് മതിയാക്കിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് അതിനോട് നോട്ട് ചെയ്തു. കാരണം ഒരേ കളർ യൂസ് ചെയ്ത് തുന്നുന്നതിനേക്കാളും കാണാൻ ഭംഗി മൾട്ടി കളർ യൂസ് ചെയ്ത് തുന്നുന്നതായിരിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് എങ്ങനെ നോട്ട് ചെയ്യാമെന്നുള്ള പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെ 2 കളർ നോട്ട് ചെയ്തെടുക്കാമെന്ന്. ഇനി ഈ പിങ്കിൽ നമുക്ക് തുന്നാം.
അപ്പോൾ ഇത്ര പോലെ തുന്നിക്കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു റോയും കൂടി കൊടുത്തിട്ട് അവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ബട്ടണൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ട് ഒരു ബട്ടൺ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് കവർ വെക്കാം. അപ്പോൾ നമുക്ക് ബട്ടൺ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വെറും 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.